ടണ്ടടേ, ഇതെന്താണെന്നറിയോ? അടയ്ക്ക? നോ. മച്ചിങ്ങ? നോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈന്തപ്പഴം ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലും പച്ചയും പഴുത്തതുമൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഈന്തപ്പഴം കിട്ടാനുണ്ട്. എന്നാൽ ഈന്തപ്പനയിൽ നിന്നും ഒരു പഴം പറിച്ചു കഴിച്ചവർ വളരെ കുറവായിരിക്കും. ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊരു പുതിയ അനുഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഈന്തപ്പഴം കഴിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ അതെങ്ങനെയായിരിക്കും അത് മരത്തിലുണ്ടാകുന്നത്, അത് മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ച് കഴിക്കാൻ പറ്റുമോ, അതോ അതിന് പ്രത്യേക സംസ്കരണമൊക്കെ ആവശ്യമാണോ, നമ്മൾ ചെറിപ്പഴമൊക്കെ കഴിക്കുന്നത് പോലെ ചെറിയ സംസ്കരണമൊക്കെ ആവശ്യമാണോ എന്ന് സംശയമുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ വഴിയരികിൽ നിൽക്കുന്ന ഒരു ഈന്തപ്പന മരത്തിൽ നിന്ന് അത് പറിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഖത്തറിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ചെറിയ ഈന്തപ്പന തോട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിലേക്ക് അങ്ങോട്ടൊക്കെയാണ് പോകാൻ പോകുന്നത്. നമുക്കറിയില്ല നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുമോ എന്നൊന്നും. സാധാരണയായിട്ട് അറബി നാടുകളിലൊക്കെ നമുക്ക് വിശന്ന് കഴിഞ്ഞാലൊക്കെ സാധാരണക്കാർക്ക് വഴിയരികിലൂടെ പോകുന്നവർക്കൊക്കെ പറിച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ പോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മളൊരു 1-2 എണ്ണമൊക്കെ പറിച്ച് കഴിക്കുന്നതിലൊരു കുഴപ്പമില്ല. അപ്പം അതൊരു പുതിയ അനുഭവമായിരിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. എന്ത് രസമായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഈന്തപ്പഴം ഇങ്ങനെ പറിച്ച് ഒന്ന് കഴിക്കുന്നത്. അങ്ങനെ ഇതുവരെ ഈന്തപ്പനയിൽ നിന്നും ഒരു പഴം പോലും പറിച്ച് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറന്നു പോകല്ലേ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മളൊരു ഈന്തപ്പഴ മരങ്ങളൊക്കെ നിൽക്കുന്ന, ഈന്തപ്പനകൾ നിൽക്കുന്ന ഒരു ഏരിയയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2-3 ഈന്തപ്പന മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ചേട്ടന്മാരിത് പറിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചേട്ടൻ്റെ വീട് എവിടെയാണ്? നാട്ടിൽ? വടകര. ഓക്കെ. പേരെങ്ങനെയാ? അഖിൽ. ഓക്കെ. ചേട്ടാ ഇടയോ? കൊയിലാണ്ടി. പേരോ? ഹനീഫ. ഓക്കെ. നമുക്ക് നോക്കാം. കണ്ടോ, നിങ്ങളിത് കാണുന്നുണ്ടാവും. ഇവിടെ ഈന്തപ്പഴങ്ങൾ ഇങ്ങനെ കുറച്ച് കിടപ്പുണ്ട്. മൂത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കറക്റ്റ് ഇത് പറിക്കുന്ന സമയം തന്നെയാണോ ഇത്? ഒരു മാസം കൂടെ. അപ്പം നമ്മളിത് സംസ്കരിച്ചെടുക്കേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലേ? കഴിക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് കാണാം ഇവിടെ 2-3 മരങ്ങളുണ്ട്. ഇത് മഞ്ഞ ഈന്തപ്പഴങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. കാണാം ഇവിടെ നോക്കി. ചാനലിൻ്റെ പേര് ക്രിയേറ്റൈൻമെൻ്റ് എന്നാണ്. ക്രിയേറ്റൈൻമെൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2-3 മരങ്ങളൊക്കെ ഉണ്ട്. നല്ലതായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പഴങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. കണ്ടോ, ഇതുണ്ട്. ഇത് ചില പഴങ്ങളൊക്കെ ഇവിടെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, മൂത്ത് പഴുത്തിട്ട്. നോക്കി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒത്തിരി മേടിച്ച് ഈ പഴങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും അതൊരു പക്ഷേ ഒരു പുതിയ അനുഭവം, ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു പുതിയ അനുഭവം ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കടയിൽ നിന്ന് മാത്രം ഈന്തപ്പഴം മേടിച്ച് ശീലിച്ച മലയാളിക്ക് അതൊരു പക്ഷേ ഒരു പുതിയ അനുഭവമായിരിക്കും. ഇപ്പോൾ നോക്കി, എൻ്റെ പുറകിൽ നിങ്ങളെ കാണുന്നത് നോക്കി, കുലച്ച് കിടക്കുന്ന ഈന്തപ്പഴങ്ങൾ എന്ത് മധുരമുള്ളതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്ന് നോക്കാം, ഒരെണ്ണം നമുക്കൊന്ന് പറിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരെണ്ണം നോക്കൂ. ഇത് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തന്നെ ഏകദേശം മൂത്ത് പഴുത്തിട്ടുണ്ട്. ഇവരിവിടെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല മിടുക്ക, നല്ല കുട്ടപ്പന്മാരായിട്ട് പഴങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതെല്ലാം ഏകദേശം ഒരേ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2-3 മരങ്ങൾ ഇവിടെ ഉണ്ട്. ആ മരങ്ങളിലുള്ളതെല്ലാം ഏകദേശം ഒരേ ഇനം പോലെയുണ്ട്. എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ നമുക്കിവിടെ ഒരു ഏകദേശം പഴുത്ത് നിൽക്കുന്ന ഒരെണ്ണമുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് പറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. ഇതിങ്ങനെ നമുക്ക് കണ്ടോ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ നമുക്കിവിടെ കിട്ടുന്ന സമയത്ത് നമ്മൾ പറിക്കുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈന്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അവരുടെ കയ്യിൽ ഇതാ കൂട്ടിലുണ്ട്. നമുക്കൊന്ന് കാണാതെ ഇതാ ഇതുപോലെയാണ്. ഇത് നിങ്ങളെങ്ങനെ ഇത് നേരെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റും? നേരെ കൊണ്ട് കഴുകിയിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ. കണ്ടോ,
നമ്മൾ കടയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രുചിയൊന്നും ഒരുപക്ഷെ നമുക്ക് നാട്ടിൽ കിട്ടിക്കൊള്ളണമെന്നേ ഇല്ല. നമ്മൾ കടയിൽ എത്ര കാലം കഴിഞ്ഞ ശേഷം ഇവിടുന്ന് പോയി ഫ്ലൈറ്റിൽ കയറി നാട്ടിലെത്തിയ പഴങ്ങളാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഈ 2 ചേട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് പോവുകയാണ് ഇനി. അപ്പോൾ നമുക്കും ഇതൊന്ന് കഴുകിയിട്ട് കഴിച്ച് നോക്കാം. താങ്ക് യു കേട്ടോ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈന്തപ്പനയുടെ ചുവട്ടിൽ നിന്നിട്ട് നമ്മളൊരു ഈന്തപ്പഴം കഴിച്ച് നോക്കാൻ പോവാം. എങ്ങനെ ഉണ്ടാവും? ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ എന്ത് മധുരമാണെന്നറിയ ഇതിന്. നിങ്ങളൊന്ന് നോക്കിയത്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്രയും മധുരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിടുക്കി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഈ ഡയറി മിൽക്കിൻ്റെയൊക്കെ പരസ്യം കാണില്ലേ, അതുപോലെ അതിൽ നമ്മൾ കാണില്ലേ, വായിലിടുന്ന പാടെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് പകുതി പഴുത്ത് തുടങ്ങിയത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് പകുതി ഇങ്ങനെ നമ്മളൊന്ന് കഴുകിയെടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി മണ്ണായിട്ടുണ്ട്. ഇവിടെ പൊടി വണ്ടികളൊക്കെ പോകുന്ന സൈഡിൽ, റോഡ് സൈഡിലാണല്ലോ നിൽക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ബാക്കിയുള്ള നമ്മുടെ ചക്കയും മാങ്ങയും ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഭയങ്കര ഒരു രസമല്ലേ? ഓരോ നാടിനും ഓരോ പഴങ്ങൾ. നമ്മുടെ നാട്ടിൽ ചക്കയും മാങ്ങയൊക്കെ ഉള്ള പോലെ നമ്മുടെ ഗൾഫ് നാട്ടിൽ കണ്ടില്ലേ, നോക്കി എന്ത് രസമാണ്. ഇവിടെ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ ഒത്തിരി പോകുന്ന വഴിയാണ്. പക്ഷേ ഇതിങ്ങനെയാണ്. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇത് കണ്ടോ, പകുതി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, പകുതി അങ്ങനെയാണ്. നമുക്ക് അതും ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനെങ്ങനെ രുചിയെന്ന് അറിയാമല്ലോ. ഈ വലിപ്പത്തിൽ പോലും ഇതിന് നല്ല രുചിയാണ്, നല്ല മധുരം. അതിൻ്റെ ചുവട്ടിലെ പച്ചഭാഗം ഉണ്ടല്ലോ, കിടുക്കി. കുരുവൊക്കെ ഒരുപോലെ തന്നെ, നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ കുരു ഇതുപോലെ തന്നെയാണ്. പക്ഷേ പഴം വ്യത്യാസമുണ്ട് കേട്ടോ. പഴം ഈ രുചിയിൽ ഞാനിതുവരെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അതായത് നമ്മൾ ഇവിടുന്ന് മേടിക്കുവാണെങ്കിൽ പോലും, ഗൾഫിലാണെങ്കിൽ പോലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന പഴത്തിന് പോലും ഈ രുചിയുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കിയതാ, ഇങ്ങോട്ടൊക്കെ വന്ന് നോക്ക്. ഇതിൻ്റെ എല്ലാം ഭയങ്കര ഇതാട്ടോ. ഇതിൻ്റെ മൂർച്ചയുള്ള, കണ്ണിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇലയൊക്കെയാണ് അതിൻ്റെ. ചിലപ്പോൾ അതിൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കും അത്. എന്താ ഇവിടെ നോക്കി, ചെറിയ വലിപ്പം. എൻ്റെയൊക്കെ പൊക്കമുള്ളൂ. ഈ പൊക്കത്തിൽ തന്നെ ഇതിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയത്. നമുക്ക് വേറൊരെണ്ണം കൂടെ നോക്കാം. നമ്മളിതാണ് പറിക്കാൻ പോകുന്നത്. നോക്കി, ഇതിങ്ങനെ കായ്ച്ച് കിടക്കുകയാണ് ഇവിടെ. ഇങ്ങനെ ഇതിലൊരു കൊലയിലൊരു പഴമാണ്. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി ഇതായിട്ടുണ്ട്. നമ്മളിതാണ് പറിക്കാൻ പോകുന്നത്. യെസ്,
ടണ്ടടേ. ഇതെന്താണെന്നറിയോ? അടയ്ക്ക? നോ. മച്ചിങ്ങ? നോ. ഇതും എന്ത് തന്നെയാണ്? ഈന്തപ്പഴം തന്നെയാണ്. പഴുത്ത് വന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. നോക്കിയേ, ഇതിൻ്റെ രൂപം കണ്ടോ? ഒരു നമ്മുടെ നാട്ടിലെ മച്ചിങ്ങയൊക്കെ പോലെയല്ലേ ഏകദേശം കാണുമ്പോൾ? ഇതുണ്ടോ? ഇതും പഴുത്ത് വന്നാൽ നല്ല രുചിയായിരിക്കും. നമുക്ക് നോക്കാറുണ്ട്. അതേപോലെ ഇച്ചിരി ചതഞ്ഞു പോയി ഞാൻ പറിച്ചപ്പോൾ. പക്ഷേ ഇത് കണ്ടോ? നമ്മൾ നാട്ടിൽ ഈ മച്ചിങ്ങയൊക്കെ കയ്യിൽ പറിക്കൊണ്ട് നടക്കുന്ന പോലെയല്ലേ നമ്മൾ പണ്ട് കളിക്കാനൊക്കെ ആയിട്ട്? ആ വലുപ്പമുണ്ട് ഇതിന്. ഇത് പഴുക്കുമ്പോഴും ശരിക്കും ഈ വലുപ്പം വരുവാണ് എന്ത് നല്ല ഭംഗിയായിരിക്കും അല്ലേ? നമ്മൾ സാധാരണ നീണ്ടതൊക്കെയാണ് ഇത് കണ്ടോ? ഒത്തിരി തരമുണ്ടെന്നാണ് പറയുന്നത് ഈ ഈത്തപ്പഴം ശരിക്കും. അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വലുപ്പമാണ്. നമ്മൾ നേരത്തെ കണ്ടത് മഞ്ഞ കളർ തന്നെയായിരുന്നു, പക്ഷേ അത് നീളത്തിലുള്ളതാണ്. അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വലുപ്പമാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. നമ്മളിത് പറിച്ചുകൊണ്ട് നിൽക്കും, നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വീട്ടിൽ ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു ബയ്യുണ്ട്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിത് പറിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുള്ളി ഉള്ളിൽ പോയിട്ട് പുള്ളീൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇത് കണ്ടോ, റെഡിഷ് ആയിട്ടുള്ള പ്യുവർ റെഡ്, നിങ്ങൾക്ക് രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല, എന്നാലും ഇതാ റെഡിഷ് ആയിട്ടുള്ള കുറച്ച് ഈത്തപ്പഴം കൂടെ പറിച്ചുകൊണ്ട് നമുക്ക് തന്നു. പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് നോക്കിയപ്പം അങ്ങോട്ട് പോയി അപ്പുറത്തേക്ക് പുള്ളി. നമുക്കിപ്പോൾ എത്ര കളറായി നോക്കി കാണിച്ചു തരാം. ഇതിവിടെ നമുക്ക് നമ്മൾ തന്ന ആദ്യം പറഞ്ഞ മച്ചിങ്ങ ഈത്തപ്പഴം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മുടെ റെഡ് ഈത്തപ്പഴം. ഇനി വേറെ സംഭവമാണ് നമ്മൾ നേരത്തെ പറിച്ചത്. വരുമോ? ഈ ഈത്തപ്പഴം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പറിച്ച പോലത്തെ നീളത്തിൽ ചെറിയ ഈത്തപ്പഴമാണ്. പക്ഷേ ഇതിനുണ്ട് ഇപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് ഈത്തപ്പഴം കിട്ടിയെന്ന് നിങ്ങൾ നോക്കി കണ്ടോ, എന്ത് ഭംഗിയാണിത്. കൊള്ളാം അല്ലേ? പിന്നെ ഇതിൻ്റെ ചില പ്രത്യേകതകളും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഇത് നമുക്ക് പഴുത്തിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കൊണ്ട് കുറച്ച് ചൂടിലാണിത് പഴുക്കുക. അപ്പോൾ ഇത് പഴുത്ത ശേഷം നമുക്കിത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മരത്തിൽ നിന്ന് പറിച്ചും അതേപോലെ കഴിക്കാം. ഇനി അത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചാറൊക്കെ ഇടാൻ പറ്റും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനുണ്ട്. ഇത് വളരെ മനോഹരമായ പഴുത്ത അച്ചാറുമുണ്ട്. ഈ പച്ചയ്ക്ക് തന്നെ ഈ റോ മാംഗോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതും പച്ച ഈത്തപ്പഴം നമുക്ക് അച്ചാറിടാൻ പറ്റും. അത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അവൈലബിൾ ആണിത്. അത് മാത്രമല്ല ഈ ടൈപ്പ് നമുക്ക് ഈ പഴുക്കാത്ത ഇതില്ലേ, ഇത്രയും പഴുത്ത് നിൽക്കുന്നത് നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും അച്ചാറൊക്കെ ഇട്ടെന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. നമുക്ക് മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ എളുപ്പമാണ്. സെയിം മെത്തേഡ് തന്നെ അച്ചാറിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് പഴുപ്പിച്ച് നോക്കണം. നമുക്കിത് പഴുത്ത തോരനെ നമുക്കിവിടെ കിട്ടിയുള്ളൂ. ഒന്നും കൂടെ നോക്കാം ഇവിടെ വേറെ വല്ലതും ഉണ്ടോ എന്ന്. യെസ്, അവിടുത്തെ മണ്ണില്ലാത്ത കേട്ടോ, പക്ഷേ മണ്ണും പൊടിയൊന്നുമില്ല. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇടുക്കി വന്ന് നഷ്ടമായില്ല നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഇരുട്ടത്താണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം പറയാം, നഷ്ടമായില്ല. ഇത് നേരത്തെ ഗൾഫിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് ഇത് നല്ല പരിചയമായിരിക്കും ഇതൊക്കെ, ഈത്തപ്പഴമൊക്കെ. പക്ഷേ ഇത് പരിചയമില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമുക്ക് ഈ വ്ളോഗ് ഈ ഇരുട്ടത്ത് ഈ ടവറിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്, ടവറല്ല നമ്മുടെ ഈ ലൈറ്റിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഈത്തപ്പഴമൊക്കെ പറിച്ച് തിന്നാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം. ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു മടിയായിരുന്നു ഇത് നമുക്ക് പറിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ നമ്മൾ പറിക്കാനൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർ തന്ന സപ്പോർട്ടും നമുക്കിതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ നട്ടതെന്നല്ല, നട്ടവരെയൊക്കെ നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത് എത്തിക്കുന്നവരെ ഓർക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ.